5:30 PM headlines. വിമാനത്തിന് ബോംബ് ഭീഷണി. മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിനാണ് ബോംബ് ഭീഷണി. വിമാനം തിരുവനന്തപുരം ഇറങ്ങിയ ശേഷം ഐസൊലേഷൻ കെയിലേക്ക് മാറ്റുകയും യാത്രക്കാരെ പരിശോധിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിലെ പരിശോധന കൂട്ടി. പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം വേണമെന്ന പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി. ക്രിമിനൽ നടപടിയൊരുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായി ഹർജി പരിഹരിക്കും. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്കായുള്ള ക്യാമ്പ് നാളെ മുതൽ. സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്കായുള്ള സംസ്ഥാന ക്യാമ്പ് നാളെ മുതൽ ആരംഭിക്കും. ഇടപ്പള്ളിയിലെ കൈറ്റ്സിന്റെ റീജിയണൽ റിസോഴ്സ് കേന്ദ്രത്തിൽ നടക്കുന്ന ക്യാമ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വയനാട് പുനരധിവാസത്തിൽ ആശങ്ക വേണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. താൽക്കാലിക പുനരധിവാസം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പേരിന് മാത്രം. നോഡൽ ഓഫീസർ ദുരന്തഭൂമി വിട്ടിട്ട് ഒരാഴ്ച. ചീരൽമലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പേരിന് മാത്രമാക്കി ചുരുക്കി. ബന്ധുക്കളുടെ സാമ്പിളുകളുമായി DNA ഒത്തുനോക്കുന്ന നടപടി നീളുന്നു. താൽക്കാലിക പുനരധിവാസം പൂർത്തിയായില്ല. കാന്തപുരം കരുവാറ്റ പാലം സംസ്ഥാന സർക്കാർ ബജറ്റിൽ 3.5 കോടി വകയിരുത്തി. 24 വൈകിട്ട് 4:30 മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും. കുന്നികുളം ഗ്രാമപഞ്ചായത്തിൽ കൂനൂർ പുഴയ്ക്ക് കുറുകെയാണ് പാല നിർമ്മാണം. പുതിയ പാലം വരുന്നതോടെ ഇരു ഭാഗങ്ങളിലുമായി 200 മീറ്ററോളം നീളത്തിൽ അനുബന്ധ റോഡ് നിർമ്മിക്കും. ബാലുശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പാലമാണിത്. എടവണ്ണ താമരശ്ശേരി സംസ്ഥാന പാതയിലേക്കും താമരശ്ശേരി വയനാട് റോഡിലേക്കും എത്തിക്കാൻ സൗകര്യപ്രദമാകും. ലോൺ ആപ്പ് ഭീഷണി. പെരുമ്പാവൂരിൽ യുവതി ജീവനൊടുക്കി. ഓൺലൈൻ ലോൺ ആപ്പുകാരുടെ ഭീഷണിയെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്ന് പോലീസ് നിഗമനം. നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിയെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാണ് സൂചന. പെരുമ്പാവൂരിൽ കണിച്ചാട്ടുപാറ അരുവാപ്പാറ കുരിയപ്പുറം വീട്ടിൽ ആരതിയാണ് ജീവനൊടുക്കിയത്. വയനാടിന് കൈത്താങ്ങാൻ കൊല്ലം തുഷാരിക്കാവ് ക്ഷേത്രവും. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 5 ലക്ഷം രൂപയുടെ ചെക്കാണ് ക്ഷേത്രം ഭാരവാഹികൾ MLA കാനത്തിൽ ജമീലയ്ക്ക് കൈമാറിയത്.